കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു രസകരമായിട്ടുള്ള ഒരു കമന്റ് വന്നു. ഒരു ദിവസം ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് 3 കോംപ്ലിമെന്റ് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് കണ്ടു. അദ്ദേഹം 8 സ്പ്രേ അടിച്ചിട്ട് ഒരു ദിവസം 3 കോംപ്ലിമെന്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ കരുതി എടുത്തത്. ഓൾറെഡി മൈസെൽഫ് ഇഡിപ്പിൻ്റെ കയ്യിലുണ്ട്. ഉപയോഗിക്കുന്ന പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ലേ പെർഫ്യൂം ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം തന്നെയാണ്. അപ്പം ഈ ഒരു പെർഫ്യൂം ശരിക്കും ഇത് ആര് വാങ്ങണമെന്ന് തുടക്കത്തിലേ പറയാം. ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ പറയാണ്, ചേട്ടാ എൻ്റെ ഒരു 10, 13,000, 14,000 രൂപ ബഡ്ജറ്റുണ്ട്, എനിക്കൊരു പെർഫ്യൂം വേണം, ഒരുപാടൊന്നും വാങ്ങണ്ട, എനിക്ക് ഒരൊറ്റ പെർഫ്യൂം മതി, ഒരു വർഷം മുഴുവൻ എനിക്ക് ഉപയോഗിക്കണം, അതെൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂം ആകണം. അപ്പോൾ എൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയാണ്. എനിക്ക് നല്ല ലോങ്ജിവിറ്റി വേണം, തിരക്കടില്ലാത്ത ലോങ്ജിവിറ്റി വേണം, പ്രൊഡക്ഷൻ വേണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ആണിനും പെണ്ണിനും പ്രായം ഉള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണം, കോംപ്ലിമെന്റ് കിട്ടണം. എല്ലാറ്റിനും പുറമെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റണം. 4 സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിരിക്കണം. മഴക്കാലത്ത്, വെയിലത്ത്, ചൂടുള്ളപ്പോൾ, ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം ആയിരിക്കണം. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയിരിക്കണം. കല്യാണം, കൂട്ടുകാരായിട്ടുള്ള യാത്ര, ഗേൾഫ്രണ്ടായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ, അടിച്ചുപൊളി ക്ലബിങ്ങിന്, അതുപോലെ തന്നെ വെയിലത്ത് പോകുമ്പോൾ, ഓഫീസിൽ എന്ന് വേണ്ട സകല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം. പക്ഷെ അതൊരു ഡിസൈനർ ക്വാളിറ്റി, അതായത് ഡിസൈനറിൻ്റെതായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിൽ വരണം, വളരെ ഹാപ്പിനെസ് തരുന്ന പെർഫ്യൂം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് YSL മൈസെൽഫ് ലേ പെർഫ്യൂം. ഇനി പെർഫ്യൂമിലേക്ക് വരാം. പെർഫ്യൂം 2024 ഈ ഒരു പെർഫ്യൂം ഇറങ്ങിയത്. 3 പെർഫ്യൂമറാണ് ഇത് മേക്ക് ചെയ്തത്. ആന്റണി മെസൻഡിയു, ക്രിസ്റ്റഫ് റെയ്നോഡ്, പിന്നെ ഡാനിയൽ ആൻഡ്രി. ഈ 3 പെർഫ്യൂമേഴ്സ് ചേർന്നിട്ടാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തത്. മൈസെൽഫ് എന്നുള്ള പെർഫ്യൂം അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ള പെർഫ്യൂം തന്നെയാണ്. ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പെർഫ്യൂം യൂണിസെക്സ് ആണ്. 2 കൂട്ടർക്കും യൂസ് ചെയ്ത്, ഫോർ മെൻ മാത്രമല്ല വിമൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവരാണെങ്കിൽ ഇവർക്ക് ഒരൊറ്റ ബോട്ടിൽ മതിയാവും, 2 പേർക്കും മാറിയും തിരിഞ്ഞും യൂസ് ചെയ്യാൻ പറ്റും. ഇനി പെർഫ്യൂമിന്റെ ബോക്സ് ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. YSL EDP ഒക്കെ വാങ്ങിയവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ബോക്സിൽ ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ട്. അതുപോലൊരു ബോക്സ്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഗ്ലാസ് ആണ്. പഴയ EDP ആണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയ. ബോട്ടിൽ 2 സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ മാറ്റ് ഫിനിഷ്, ഇതൊരു ഗ്ലോസി എഫക്ട്, അത്രേ ഉള്ളൂ. അകത്ത് YSLന്റെ ലോഗോ കാണാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇതിന്റെ സെന്റ് പ്രൊഫൈൽ: വൈറ്റ് ഫ്ലോറൽ, വാനില, വുഡി, സിട്രസ്, ആംബർ, സ്വീറ്റ്, ഫ്രഷ് സ്പൈസി, വാം സ്പൈസി, പച്ചോളി, പൗഡറി. നോട്ട് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പെപ്പർ, മിഡിൽ നോട്ടിൽ ഓറഞ്ച് ബ്ലോസം, ബേസ് നോട്ടിൽ ബർബൺ, വാനില, ആംബർ, വുഡി നോട്ട്, പച്ചോളി. നല്ല സ്പ്രേ ആണ് കണ്ടല്ലേ. ഓപ്പണിങ്ങിൽ കിട്ടുന്നത് അടിപൊളി. സഡൻ ഡോപ്പമൈൻ ഇൻക്രീസ് ആവാൻ അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ഹാപ്പിനെസ് ഇരുന്ന് വേണം. ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന പെർഫ്യൂമാണ്. ഒരാൾക്ക് പോലും ഇത് നോ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം, ആണിനും പെണ്ണിനും പ്രായഭേദമേനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം, കിട്ടുന്ന പെർഫ്യൂം. ഓപ്പണിങ്ങിൽ നല്ലൊരു ഓറഞ്ച് ബ്ലോസം, നല്ലൊരു ചെറിയ പഴുത്ത ഓറഞ്ചിന്റെ മണവും പിന്നെ തേനിന്റെ മണവും പിന്നെ വൈറ്റ് ഫ്ലോറൽ സ്മെല്ലും. ഈ 3 നോട്ടാണ് ഒരേ സമയം ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ സ്മെല്ല്. ഇത് എയറിൽ കിട്ടുന്നത് അല്പം പൗഡറി ആയിട്ടായിരിക്കും എയറിൽ കിട്ടുന്നത്. ഇനി മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു എർത്തി പച്ചോളി പിന്നെ പെപ്പർമിന്റ്. പക്ഷെ പെപ്പർമിന്റിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നല്ലൊരു പെപ്പർമിന്റിന്റെ മണവും ഒരു എർത്തി സ്മെല്ലും കിട്ടുന്നുണ്ട്. അതൊരു പച്ചോളിയുടെ ഒരു ഹെർബൽ സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പോൾ ടോപ്പ് നോട്ടിലെ ഒരു ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ അല്പം ഹണിയൊക്കെ ചേർന്ന് ഒരു തേനും ഓറഞ്ചും പൂക്കളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മണമാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. പിന്നീട് അതൊരു നല്ലൊരു വുഡി, അല്പം സ്പൈസി, എർത്തി, മിന്റിന്റെ മണവും പച്ചോളിയുടെ മണവും ചേർന്ന് ഒരു നാച്ചുറൽ ഹെർബൽ സ്മെല്ലായിട്ട് മാറും. ഒരേ സമയം ഫ്രഷ് ഫ്ലോറൽ സ്വീറ്റ് പെർഫ്യൂം, അതാണ് ഇതിന്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഇതൊരു ഫ്രഷ് ക്ലീൻ ടൈപ്പായിട്ട് മാറും. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഫ്രഷ് ആൻഡ് ക്ലീൻ, കുളിച്ചിട്ടിറങ്ങി വരുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു തരം റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ല്. അതിന്റെ കാരണം അതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു പച്ചോളിയുടെ മണവും പിന്നെ ഈ പെപ്പർമിന്റിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് പെപ്പർമിന്റിന്റെ മണം കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ടോപ്പ് ക്ലാസ് സ്മെല്ലാണ് ഇത് ഇയറിൽ വരുന്നത്. പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല, കിട്ടില്ല മണം ടോപ്പ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ചോദിക്കും, ഇത് ഏത് പെർഫ്യൂമാണ്? അടിക്കുന്ന ആരടിച്ചാലും അത് അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂം. അതായത് ഈ പക്ക നമ്മൾ പറയത്തില്ലേ, ഒരു സിഗ്നേച്ചർ പെർഫ്യൂം വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂം, അതുപോലത്തെ ഒരു ടൈപ്പ് സാധനമാണ് ഇത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ഇയർ അറൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം, എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റും. വെറുതെ അല്ല ഇതിനുള്ള ഹൈപ്പ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെർഫ്യൂമാണ്. ഒരു സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ലായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇതാ കുറച്ചും കൂടെ വർക്കൗട്ട് ആയത്. ഇത് കൊള്ളാം, എങ്കിലും ഇത് നമുക്ക് ഈ ഒരു മണം ഇത്തിരി കോമൺ ആണ്. ഈ ഒരു സ്മെല്ല് ഇവിടേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ കുറച്ചും കൂടി റിച്ച് ആണ്. കുറെ കൂടി നോട്ട് അവർ ചേർത്തിട്ടുണ്ട്. അതായത് ആ ഓരോ നോട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എർത്തി സ്മെല്ലും ഫ്രൂട്ടി സ്മെല്ലും ഫ്ലോറൽ സ്മെല്ലും ഒക്കെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇത് എല്ലാം കൂടി ചേർന്നുള്ള ഒരു മിക്സ് ആയിട്ടുള്ള സ്മെല്ലാണ്.
പക്ഷേ അതേസമയം ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രൂട്ടി ഓപ്പണിങ്ങും ആ ഒരു ഹണിയുടെ മണവും ഒരു ഓറഞ്ച് ഡേയും പിന്നെ വൈറ്റ് ഫ്ലോർ വെള്ള നിറത്തിലെ പൂക്കളുടെ മണവും പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു എർത്തി സ്മെല്ല്, അത് നമുക്ക് നല്ലൊരു ക്ലീൻ എലഗൻറ്റ്, നമുക്കൊരു ഈ ഡിയർസ് വാഷൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു തരം ഒരു പെപ്പറി എർത്തി സ്മെല്ല്, ഒരു ആംബ്രോക്സിൻ്റെ ഒക്കെ അതുപോലത്തെ ഒരു മണം ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ലായതുകൊണ്ടാണ് ആ നോട്ട് അതേ നോട്ട് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, എൻ്റെ മുറിയിൽ ഒരു ഷർട്ടിൽ ഞാൻ 2 സ്പ്രേ അടിച്ചിട്ട് ഞാൻ പുറത്ത് പോയി. 1-2 മണിക്കൂർ കഴിഞ്ഞ് ഡോർ തുറന്നപ്പോൾ എൻ്റെ മുറി മുഴുവൻ ഈ ഒരു മണമായിരുന്നു. അപ്പോൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഉണ്ട്. 7 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി. 8 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ. രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്കാണെങ്കിലും നമ്മുടെ ഗേൾ ഫ്രണ്ടിനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ബോസിനാണെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന പെർഫ്യൂം. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ കാണും, അയ്യോ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ചിലപ്പോൾ വർക്കൗട്ട് ആയില്ലെങ്കിലോ, നമ്മൾ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്ത വേണ്ട. അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ ഒന്നുമില്ല ഇതിൽ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം. ഇപ്പോൾ സിനിമാ നടന്മാർ തന്നെ വിക്രം, ഇപ്പം സൂര്യയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, വിജയൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ വിക്രം എന്ന നടൻ അല്ലെങ്കിൽ അതുപോലുള്ള ചില നടന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് ഇല്ലാത്ത, ഇപ്പോൾ കാർത്തിക്ക് പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് ഇല്ലാന്നാണ് എൻ്റെ അറിവ്. അപ്പം അതുപോലുള്ളൊരു സാധനമാണ്. ഇത് പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂമാണ്. അവരൊരെണ്ണം ഇറക്കും, അത് ട്രെൻഡിങ് ആവും. അപ്പോൾ അതുപോലെയുള്ള ഒരു സാധനമാണ് YSLൻ്റെ ഈ ഒരു LA പെർഫ്യൂം. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ലോങ്ജിവിറ്റി ഞാൻ പറഞ്ഞ പോലെ 7 മണിക്കൂർ. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഓഫീസിൽ യൂസ് ചെയ്യാം, കല്യാണം, ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെൻ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇനി ഇത് ആര് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർ, ഇപ്പോൾ ഊത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഫ്രഷ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു നമുക്ക് നമ്മുടേതായിട്ട് ഒരു ഐഡൻറ്റിറ്റി, ഒരു വലിയ നോട്ടുകളൊന്നും ഇല്ലാതെ, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള DNA ചേർക്കാതെ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള നോട്ടുകൾ ചേർക്കാതെ വളരെ മിനിമലായിട്ടുള്ള നോട്ടുകൾ ചേർത്ത് വെച്ചിറക്കിയ ഒരു പെർഫ്യൂം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രഷ് പെർഫ്യൂം, സ്വീറ്റ് പെർഫ്യൂം, ഫ്ലോറൽ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ മണവും ഓറഞ്ച് ബ്ലോസവും ചെറിയൊരു ഹണിയുടെ സ്മെല്ലും പിന്നെ വൈറ്റ് ഫ്ലോറലും മിൻറ്റും ഒക്കെ ചേർന്ന് വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. എനിക്ക് പണ്ട് ആദ്യമായിട്ട് YSL EDP വാങ്ങി ട്രൈ ചെയ്തപ്പോൾ ഇതുപോലൊരു വാവ് ഫാക്ടർ കിട്ടിയത്. അപ്പം സോളിഡ് ആയിട്ടുള്ള റിലീസാണ്, പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 8 സ്പ്രേ അടിക്കുക. ഓഫീസിൽ യൂസ് ചെയ്യാം, കല്യാണം, പാർട്ടി, പിറന്നാളാഘോഷം, അങ്ങനെ എന്ന് വേണ്ട എവിടെ വേണമെങ്കിലും അടിക്കാം. ഇത് നിങ്ങളുടെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട്, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. എൻ്റെ അഭിപ്രായം മാത്രം നിങ്ങൾ കേട്ടിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹൈലി സബ്ജക്റ്റീവ് ആണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വാക്ക് കിട്ടി നിങ്ങൾ ചാടി കയറി പോയി ബ്ലൈൻഡായിട്ട് വാങ്ങരുത്. എപ്പോഴും ട്രൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ അതേ പെർഫോമൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലർക്ക് കൂടുതൽ കിട്ടാം, ചിലർക്ക് കുറഞ്ഞ് കിട്ടാം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പെർഫ്യൂം ഞാൻ റീസെൻ്റ്ലി പലരും റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഞാനത് ഉപയോഗിച്ചിട്ട് മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിത് വാങ്ങിയതുകൊണ്ട് നിങ്ങൾക്കിത് ഫുൾ ബോട്ടിൽ വാങ്ങി ഇൻ കേസ് വർക്കൗട്ട് ആയാലും അത്രയും പൈസ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒരു 5 ml 10 ml ഡീക്കിൽ വാങ്ങിയിട്ട് നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ടെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. ഇതിൻ്റെ 100 ml റേറ്റ് 13,500, 13,500 റേഞ്ചാണ് വരുന്നത്. അത്യാവശ്യം ഒരു നീഷ് പെർഫ്യൂമിൻ്റെ തന്നെ വിലയുണ്ട് ഇതിന്. ഇപ്പോൾ പെർഫ്യൂമിനൊക്കെ വല്ലാണ്ട് വില കൂടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പറും ഉണ്ട്. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങുക വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.